ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു DOT4 പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹീറോയുടെ സ്പ്ലെൻഡറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഓയിലിൻ്റെ ക്യാപ്പ് ഊരി മാറ്റുക. അത് കറക്റ്റായിട്ട് ഓയിൽ ഊരി മാറുന്നതിന് വേണ്ടിയാണ് ഓയിലിൻ്റെ ക്യാപ്പ് ഊരി മാറ്റുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ട്രേ അല്ലെങ്കിൽ ഒരു പാത്രം വണ്ടിയുടെ അടിഭാഗത്തോട്ട് വെക്കുക. ഇതാണ് ഓയിലിന് ബോൾട്ട് വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടാണ്. 17ൻ്റെ ഓയിൽ ബോൾട്ടാണ് സാധാരണ ഹീറോയിൽ വരുന്നത്. അത് നമ്മുടെ ഒരു 17ൻ്റെ റിംഗ് സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ആ നെറ്റ് അഴിച്ചെടുക്കാം. റിംഗ് സ്പാനറോ അല്ലെങ്കിൽ ബോക്സിൻ ലിവറും ആയാലും മതി. 17ൻ്റെ ഒരു ബോക്സിൻ ലിവറും ആയാലും നമുക്ക് ആ ബോൾട്ട് അഴിച്ചെടുക്കാം, സുഖമായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ബോൾട്ട് ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ മൊത്തം അഴിച്ചു മാറ്റുക. അപ്പോൾ നമ്മുടെ ഓയിൽ ആ ട്രേക്കകത്തോട്ട് കറക്റ്റായിട്ട് വീഴുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഓയിൽ ബോൾട്ടും അതിൻ്റെ വാഷറും വരുന്നുണ്ട്. ഈ വാഷർ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇട്ടതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ആ ബോൾട്ട് മൊത്തം മുറുക്കി കയറ്റുക. അത് കറക്റ്റ് ത്രെഡ് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ ആ ബോൾട്ട് മുറുക്കി കയറ്റുന്നത്. അതിനുശേഷം നമ്മൾ റിംഗ് സ്പാനർ ഉപയോഗിച്ച് ആ ബോൾട്ട് ടൈറ്റ് ചെയ്യുക. ഒരുപാട് ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല, ഒരു മീഡിയം ടൈറ്റിൽ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പിടുത്തമേ അതിനകത്ത് പിടിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ എൻജിൻ ഓയിൽ പരിചയപ്പെടാം. നമ്മുടെ ഹീറോയുടെ തന്നെ എൻജിൻ ഓയിൽ ഉപയോഗിക്കുന്നത് 900 ml ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഓയിൽ നമ്മൾ ഒരു ചോർപ്പോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു കുപ്പിയുടെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടായാലും നമുക്ക് ഓയിൽ ഉപയോഗിക്കാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 900 ml നമ്മൾ ഓയിൽ ഒഴിക്കുക. 10W30 നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ഗ്രേഡ്. ആ ഒരു ഗ്രേഡ് ഓയിൽ നമുക്ക് മതിയാവും. അത് നമ്മൾ ആ ഒരു ഗ്രേഡ് തന്നെ കറക്റ്റായിട്ട് ഒഴിക്കുക, എന്നാലേ അത് പമ്പിങ്ങൊക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഒരുപാട് ഗ്രേഡ് കൂടിയ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പമ്പിങ് നടക്കാതായി പോകും. പിന്നെ നമ്മുടെ മെറ്റൽ പാർട്സിനകത്ത് തേയ്മാനം കാര്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ഗ്രേഡിൽ തന്നെ നമ്മൾ ഓയിൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പം നമ്മുടെ ഓയിലിൻ്റെ അളവ് 900 ml. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു 3000 കിലോമീറ്ററൊക്കെ ഈ ഓയിൽ ഓടത്തുള്ളൂ. 3000 അല്ലെങ്കിൽ 5000 കിലോമീറ്ററിനകത്ത് മാക്സിമം ഒരു 3000 കിലോമീറ്റർ തന്നെ നമ്മൾ ഓട്ടിക്കുക. ഓട്ടിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഓയിൽ ചേഞ്ച് നടത്തുക. അതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിന് നല്ലത്, അത് തന്നെയാണ്. ഇത് മാക്സിമം ഒരു 3000 കിലോമീറ്റർ ഓടിച്ചിട്ട് ഓയിൽ ചേഞ്ച് നടത്തുക. നമ്മൾ ഓയിൽ ഫുള്ള് ഒഴിക്കുക. ഒഴിച്ചിട്ട് നമ്മൾ എൻജിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ബാക്കി ഓയിലെല്ലാം തുടച്ച് മാറ്റുക. അതിനുശേഷം നമ്മൾ ഓയിൽ നെറ്റ് ഇടുക. ഈ ഓയിൽ നെറ്റിനകത്താണ് ഇതിൻ്റെ അളവിൻ്റെ ഒരു ഡിസ്റ്റിക്ക് കൊടുത്തേപ്പുണ്ട്. അത് നമ്മൾ ഓയിൽ കുറവുള്ളപ്പോൾ നമ്മൾ ഈ ഇതൊന്ന് ഊരിയിട്ട് അതിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. മിനിമം മാക്സിമം അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.